പൊന്നാനി MES കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 2027 ഓഗസ്റ്റിൽ സംഘടിപ്പിക്കുന്ന പൊന്നല മെഗാ അലുമിനി മീറ്റിന്റെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമായി. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം KP നൌഷാദ് അലി MLA നിർവഹിച്ചു. തീർച്ചയായിട്ടും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരുപാട് മനുഷ്യരുടെ ഒത്തുചേരലായിരിക്കും അലുമിനി മീറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വ്യത്യസ്തങ്ങളായ വിപുലമായ പരിപാടികളോടുകൂടി വൻ വിജയമാക്കി എല്ലാ കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കും വിധം നടത്താൻ സംഘാടകരായ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഈ അലുമിനി എന്ന ഒരു പ്രസ്ഥാനം അത് ഒരു യൂറോപ്പിൽ നിന്നും അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുമൊക്കെ ഒരു 18ാം നൂറ്റാണ്ട് തൊട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു സംഘവും സംഘാടനവുമാണ്. ഒരുപാട് സൃഷ്ടിപരമായ മാറ്റങ്ങൾ അലുമിനി സംഘങ്ങൾക്ക് നിലവിലുള്ള വ്യവസ്ഥിതിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതൊരു സൗഹൃദത്തിൻ്റെ ഒരു പുനരാഗമനമുണ്ട്. അതിൻ്റെ ഊഷ്മളതയുടെ ഒരു അയവിറക്കലും ഗൃഹാതുര സ്മരണകളുടെ ഒരു വീണ്ടെടുപ്പുമൊക്കെ അതിലുണ്ട്. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് K. ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും PSC ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് MK സക്കീർ പൊന്നല 2027 ലോഗോ പ്രകാശനം നിർവഹിച്ചു. പ്രഭാഷകൻ സുരേഷ് K. വാര്യർ, പ്രൊഫസർ AV മൊയ്തീൻകുട്ടി അനുസ്മരണം നടത്തി. ചടങ്ങിൽ ഫാത്തിമ ഇമ്പിച്ചി ബാവ, പ്രൊഫസർ EP മുഹമ്മദ് അലി, TV അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. കേരള മഹിമ പത്രം ഏർപ്പെടുത്തിയ തൂലിക മഹിമ പുരസ്കാരം കവി രുദ്രൻ വാര്യത്തിന് സമ്മാനിച്ചു. പ്രൊഫസർ VK ബേബി, OC സലാഹുദ്ദീൻ, M രാമനാഥൻ, ഇമ്പിച്ചിക്കോയ, അൻവർ KP, റസാഖ്, സജിദ KP, അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി, TK ഇസ്മായിൽ, നാസിമുദ്ദീൻ കൊട്ടാരംപാട്ടയിൽ, റിയാസ് പഴഞ്ഞി, നൌഷാദ് യൂസഫ്, സുധീർ സുബ്രഹ്മണ്യൻ, മുഹമ്മദ് അസ്ലം, ഷൈനി കബീർ, ബബിത ഷാജി, അരവിന്ദാക്ഷൻ, ഭുവനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു.